കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിനെ തള്ളിപ്പറയുകയോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പറഞ്ഞു വരുന്നതിന് ഇടയിൽ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്ക് എടുത്തു പിടിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ. ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്? ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ. മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് പ്രവർത്തകരെ വിലക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ ഔദ്യോഗികമായി തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കണം, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും VD സതീശൻ നയിക്കുന്ന UDF-നോടൊപ്പമാണ്. ഗോൾവാക്കറുടെ ഫോട്ടോത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന VD സതീശന്റെ ചിത്രം നമ്മുടെ കയ്യിലെല്ലാമുണ്ട്. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. കണ്ണൂരിൽ RSSനെ വളർത്തിയത് ഞാൻ തന്നെയാണ്, ഞാനും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCCയുടെ മുൻ പ്രസിഡന്റ് K സുധാകരനുണ്ട്. ഗുജറാത്തിൽ മോദി ചെയ്ത നല്ല കാര്യങ്ങളെ പുകഴ്ത്തി സംസാരിച്ച KM ഷാജിയുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോഴൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളോ പ്രവർത്തകരോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ ഇവർക്കെതിരെ ഒരക്ഷരം പറഞ്ഞിരുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വലിയ തോതിൽ കടന്നാക്രമണം നടക്കുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി ഔദ്യോഗികമായി തന്നെ കാന്തപുരത്തിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ ന്യൂസ് ചാനലായ മീഡിയ വൺ അതിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ എഡിറ്റർ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട്. പ്രമോദ്. അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് നേരെ നടക്കുന്ന അക്രമം. അതിനുശേഷം പറയുന്നു, ഇന്ത്യയിൽ മുസ്ലിം സമൂഹം സുരക്ഷിതരാണോ എന്ന്. എങ്ങനെയാണ് സുരക്ഷിതർ എന്ന് പറഞ്ഞത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന്. രൂക്ഷമായ വിമർശനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. ഔദ്യോഗികമായി തന്നെ നടത്തുന്നു. മറുപുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യൂസ് ചാനലായ മീഡിയ വൺ പറഞ്ഞത് എന്നല്ലേ? കേൾക്കാം നമുക്ക് ആ വാക്കുകൾ. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, നിങ്ങൾ 10 രൂപ ഓട്ടോറിക്ഷക്ക് കൊടുക്കുകയാണെങ്കിൽ, സാധാരണ നെൽക്കൂലി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു രൂപ കുറച്ചേ കൊടുക്കാവൂ. മിയാ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ 1 രൂപ കുറച്ച് കൊടുത്ത് അവരെ അവഗണിക്കണം, അവരെ എന്താ പറയാ, അവരെ നമ്മൾ ചവിട്ടി താഴ്ത്തണം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് ഇന്ത്യ. ഇവരുടെ തന്നെ പാർട്ടിക്കാരാണ്, ഈ പ്രധാനമന്ത്രിയുടെ തന്നെ പാർട്ടിക്കാരാണ് ഇവരെല്ലാവരും നമുക്കറിയാം. അപ്പോൾ ആ മുസ്ലിങ്ങളോടാണോ അദ്ദേഹം പറയുന്നത് ഇവിടെ എല്ലാ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്, ഇവിടേക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളത്? ബീഹാറില് മാവോയി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സൈക്കിളിൽ ഈ തുണിത്തരങ്ങൾ വിറ്റ് നടക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു അത്താർ ഹുസൈൻ, മുഹമ്മദ് അത്താർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ഡിസംബർ 5 വൈകുന്നേരം ഈ തുണിത്തരങ്ങൾ വിറ്റ് കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുന്ന വഴി സൈക്കിളിലാണെന്ന് ആലോചിക്കുന്നത്. സൈക്കിള്, അപ്പൊ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജീവിത നിലവാരമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചറായി. ഒരിടത്ത് പോയി പഞ്ചർ ഒട്ടിക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ അവിടെ കൂടിയിരുന്ന മനുഷ്യൻ തീ കായുകയായിരുന്നു. പേരെന്താന്ന് ചോദിച്ച് അയാളെ അടിച്ചു കൊന്നു. പേര് മുഹമ്മദ് അത്താർ ഹുസൈൻ എന്ന് മനസ്സിലാക്കി അടിച്ചു കൊന്നു. അടിച്ചവിടെ ഈ വിറക് കൊള്ളിയുണ്ട്, കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൊള്ളിയുണ്ട്. പത്രങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായില്ല, പക്ഷെ പത്രങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് വന്നതാണ്. അയാളോടാണോ പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് എന്നത്? ആ കുടുംബത്തോടാണോ പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് എന്നത്? അപ്പോ ബനാറസ് സർവകലാശാലയിൽ സംസ്കൃതം പഠിപ്പിക്കാനെത്തുന്ന അധ്യാപകൻ, മുസ്ലിം അധ്യാപകൻ, അവിടെ അദ്ദേഹമാണെങ്കിൽ ഈ ഒരുപാട് സംസ്കൃത പാരമ്പര്യമുള്ള അധ്യാപകൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ വിട്ടുപോയത്. അദ്ദേഹത്തിന്റെ പിതാവ് മുന്ന, ആ പേര് എനിക്ക് ഓർമ്മയുണ്ട്, മുന്ന എന്ന് പറയുന്ന ആൾ
സംസ്കൃത പണ്ഡിതനായിരുന്നു. ഭജൻകൾ പാടുന്ന ഒരു വലിയ കുടുംബത്തിൽ, ഭജനുകൾ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഭജൻ പാടുന്ന ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവും അങ്ങനെയായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ വന്ന ഒരാള് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അദ്ദേഹത്തിന് സംസ്കൃതമാണ് അദ്ദേഹത്തിന്റെ വിഷയം. സംസ്കൃതം പഠിപ്പിക്കാൻ എത്തുമ്പോൾ ഒരു മുസ്ലിം സംസ്കൃതം പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ അവിടുത്തെ ഹിന്ദു സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി അദ്ദേഹത്തെ സോഷ്യോളജിയിലേക്ക് മാറ്റിച്ചു. ആ മുസ്ലിമിനോടാണോ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ സുരക്ഷിതനാണെന്നുള്ളത്? ഇതാണ് പ്രമോദ് രാമന്റെ വാക്കുകൾ. രൂക്ഷമായി വിമർശിക്കുകയാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടക്കുന്നില്ല എന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അക്രമം നടക്കുന്നില്ല എന്ന് ആരും പറയില്ല. പക്ഷേ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് കാന്തപുരം ഇത് പറയുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരമായി അതിനെ വലിയ സംഭവമാക്കി മാറ്റി പെരുപ്പിച്ച് കാട്ടി കാന്തപുരം ഇതാ BJP-യോടൊപ്പം ചേരാൻ പോകുന്നു, BJP-ക്ക് വേണ്ടി കാന്തപുരം നിലകൊള്ളുന്നു, എങ്ങനെയൊക്കെ വലിയ പ്രചാരണം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും എന്നോർക്കണം. എന്താണ് ഇവരുടെ മനസ്സിൽ, എന്താണ് ഇവരുടെ രാഷ്ട്രീയം? ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് എല്ലാ മുസ്ലിം സംഘടനകളെയും ഒന്നിച്ചു കൊണ്ടുവരിക, അവരെ UDF-ന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതും. എന്നാൽ അതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്ന വിഭാഗമാണ് മുസ്ലിം സമുദായത്തിലെ കാന്തപുരം വിഭാഗം. ഇപ്പോൾ സമസ്ത തന്നെ, ഔദ്യോഗിക സമസ്ത തന്നെ, ജിഫ്രി മുത്തുക്കായ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നു. അവരുമായി കൂട്ടുകൂടുന്ന UDF-നോട് യോജിക്കാൻ കഴിയില്ല എന്ന് പ്രമേയം വഴി പറയുന്നു. ഇതൊക്കെ വലിയ ചർച്ചയായി മാറുന്നുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത്. ആ ഘട്ടത്തിൽ കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് കാന്തപുരത്തിനെതിരെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും.